ഹായ്, അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ലൊരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഡിഫറെൻ്റ് ആണ് കേട്ടോ. പക്ഷെങ്കിലുണ്ടല്ലോ ടേസ്റ്റ് ഒരു രക്ഷയില്ല. ഒന്ന് ചെറുതായിട്ടൊക്കെ തണുപ്പിച്ചൊക്കെ കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുപയർ പരിപ്പാണ് കേട്ടോ. ഒരു 200 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒരു നല്ലൊരു മണവും വരും. ഇങ്ങനെ പൊട്ടിത്തുടങ്ങുന്ന അതുവരെ ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് കളറ് മാറാൻ പാടില്ല. അപ്പോൾ അത് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അതുപോലെ 3 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ശർക്കര അത് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. നമ്മൾ ചെറുപയർ പരിപ്പ് എന്തെങ്കിലും ഒന്ന് കഴുകി ഊറ്റി വെക്കണേ. പിന്നെ ഇതുണ്ടല്ലോ സാബുനരിയാണ്. ഞാൻ 2 ഐറ്റം എടുത്തിട്ടുണ്ട്. വലുതുണ്ട് ചെറുതുണ്ട് കേട്ടോ. വലുത് കുറച്ചുള്ളതാണ്, അപ്പോൾ ചെറുതും കൂടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരുന്ന ആ ഒരു ചെറുപയർ പരിപ്പും കൂടെ ഒരു പാനിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു കുറച്ച് സമയം എടുക്കും ചെറുപയർ പരിപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ. എങ്കിലും കുക്കറിൽ വേവിക്കാതെ ഇതുപോലെ വേവിച്ചെടുക്കണേ. ഇതും തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടില്ല. ഇത് വേണ്ട, ഇതുപോലെ ഇങ്ങനെ ഇത് വെച്ചിട്ട് തവ വെച്ചിട്ടൊന്നും ഇങ്ങനെ അമർത്തുമ്പോൾ കണ്ടില്ലേ ചെറുതായി പൊടിയുന്നുണ്ട്. അത്രയും മതി കേട്ടോ, വെന്ത് കിട്ടിയാൽ മതി. ഇതുപോലെ ഇതും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് ചെറുപയർ പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശർക്കര പാനി ഒഴിക്കുന്ന ഒരു കളറ് ചേഞ്ചും പിന്നെ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മളിതിങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എന്നിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കാം. പക്ഷെ പിരിഞ്ഞു പോവാതെയൊക്കെ ശ്രദ്ധിക്കണം. ഈ പാലും ശർക്കരയും കൂടെ പെട്ടെന്ന് നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം പാൽ ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലൊന്നും ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയൊരു തിള വരുന്നില്ലേ, ആ ഒരു ഇതുവരെ നമുക്കൊന്ന് ആക്കി കൊടുക്കണം. ആ ഒരു പാലിൻ്റെ ഒരു ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പാലൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതിനും കൊണ്ട് തന്നെ ഏലക്ക പഞ്ചസാരയിൽ ഇട്ടിട്ട് പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ നല്ലൊരു മണവും ഒക്കെയാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അവസാനം നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ശർക്കര ഒക്കെ ഒന്ന് ഒരു പാകത്തിന് എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3 ടീസ്പൂണാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഒഴിച്ചപ്പം പാകത്തിന് മധുരമായിരുന്നു. നല്ല മധുരമാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലുകൾ ഉപയോഗിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി പായസമല്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചൂടിൽ കഴിക്കാനും കുഴപ്പമില്ല. പക്ഷേങ്കിൽ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ നല്ല അടിപൊളിയാണ്. ഒരു വിരുന്നുകാരോ ഒക്കെ വരുമ്പോൾ നമുക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വൈകുന്നേരമൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വിഭവം കൂടിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ഇടണേ, ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.